അപ്പം ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഏൽപ്പിച്ച വിഷയം സ്പോൺസർഷിപ്പ് എന്നാണ്. അതിന് മുഖവുരയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എയിൽ ഒരു സബ്ജക്റ്റും ആരും ആധികാരികമായിട്ട് സംസാരിക്കുന്നില്ല എന്നതാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് ആരെയും ഒരു വിഷയവും ആധികാരികമായിട്ട് സംസാരിക്കാൻ ഏൽപ്പിച്ചിട്ടുമില്ല. അവരവരുടേതായിട്ടുള്ള മനസ്സിലാക്കലുകളും കണ്ടെത്തലുകളിലൂടെയാണ് പലപ്പോഴും ഈ വിഷയാസ്പദമായിട്ടുള്ള മീറ്റിങ്ങുകളും ചർച്ചകളും ഒക്കെ ഉണ്ടാവുന്നത്. തികച്ചും ഒരു അംഗത്തിന്റെ വീക്ഷണവും അയാളുടെ അനുഭവവും ഒക്കെ ഒത്തുചേരുമ്പോഴാണ് ആ വിഷയം നന്നായിട്ട് അല്ലെങ്കിൽ ഒരുവിധം ഗുണകരമായിട്ടൊക്കെ മാറാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആധികാരികതയെക്കുറിച്ച് നമ്മളൊരു പരസ്പര അന്വേഷണത്തിന്റെയോ അല്ലെങ്കിൽ പരസ്പരമായിട്ടുള്ള ഒരു വിശദീകരണത്തിന്റെ ആവശ്യം എവിടെയും വരുന്നില്ല. ഒന്നും എയിൽ ഒഫീഷ്യൽ അല്ല എന്നുള്ളതാണ്. എയിൽ ഒഫീഷ്യലായിട്ട് ഉള്ളത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകൾ മാത്രമാണ്. ആ ലിറ്ററേച്ചറുകളിൽ പ്രിന്റ് ചെയ്ത കാര്യങ്ങൾ വായിക്കാം. അതും ഓരോ വായനയ്ക്കും ഓരോ രീതിയിൽ ഗ്രഹിക്കപ്പെടുകയും കൂടുതൽ ആഴങ്ങളിലേക്കൊക്കെ പുനർവായനകളിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്ന ലിറ്ററേച്ചറുകളാണ് നമുക്കെല്ലാം ഉള്ളത്. അപ്പൊ തന്നെ അതിനെക്കുറിച്ചുള്ള സംശയവും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ക്ലിയർ ചെയ്ത് പോകണമെന്നുള്ള. അപ്പൊ മൊത്തമായിട്ട് ഇത് ശരിക്കും പറഞ്ഞൊരു വലിയൊരു സബ്ജക്റ്റാണ്. ഒരു മണിക്കൂറിൽ ഇത് പറഞ്ഞു തീർക്കുക എന്നുള്ളത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ളൊരു രീതിയിലാണ് ഇന്ന് വന്നത്. അപ്പൊ തുടക്കം തന്നെ ഞാൻ പറയുകയാണ്, ആൽക്കഹോളിക്സ് അനോണിമസിലെ സ്പോൺസർ എന്ന് കേൾക്കുമ്പം അലർജി ഉണ്ടാവുന്ന ഒരു കാലത്ത് നിന്നാണ് ഞാൻ ഇപ്പം 22 വർഷം കഴിഞ്ഞ് 23ാമത്തെ വർഷം റണ്ണിങ് ആണ്. അപ്പൊ ഒരു 98 കാലഘട്ടത്തിലൊക്കെ വരുമ്പം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അലർജിയാണ്. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ അന്ന് അത്രത്തോളം വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അന്നും ഈ ഒരു വാക്കില്ലെങ്കിൽ പോലും പലരും പല രീതിയിലും സ്പോൺസേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചു എന്ന് പറയാം. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയാം. ഈ ഒരു വാക്കുണ്ടായിരുന്നില്ല, ഈ വാക്കിലൂടെയുള്ള ഒരു ബന്ധം അറിയില്ല. അല്ലെങ്കിൽ സ്പോൺസേഴ്സ് അവർ കൃത്യമായിട്ട് ഇതൊന്നും സ്പോൺസർഷിപ്പിനെയോ മറ്റു കാര്യങ്ങളൊന്നും വായിച്ചു പഠിച്ചിട്ടൊന്നും അല്ല. അവരവരുടേതായിട്ടുള്ള മനസ്സിലാക്കലുകളിലൂടെ അവരെ മുമ്പേ സഞ്ചരിച്ച അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് പകർന്നു തന്ന അറിവുകൾ ഒന്നും ഈ സമയം വരെ വേസ്റ്റ് ആയില്ല എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, തുടക്കകാലത്ത് പഴമക്കാരൊക്കെ പറഞ്ഞു തന്ന അല്ലെങ്കിൽ അവര് പല ഷെയറിങ്ങിലും ഉൾപ്പെടുത്തിയ വിഷയങ്ങളൊക്കെ ഇന്ന് ഒരുപക്ഷെ ഒരിക്കലും മാറ്റം വരുത്താതെ സൂക്ഷിക്കാൻ കഴിയുന്ന വാക്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഒരു വാക്കിനോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിനോ ഒക്കെ നമുക്ക് തരുന്നതിനപ്പുറം അറിവുകളൊക്കെ തരാൻ അതിന് സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാനുണ്ട് ഇതിൽ. സ്പോൺസറും ഒരു 12ാം പടി പ്രവർത്തനവും എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്നതിൽ തന്നെ തുടങ്ങാം. മറ്റു ഭാഗങ്ങളൊക്കെ ഇതിന്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും ബിൽഡബ്ല്യൂ ഒക്കെ ഞാൻ വിട്ടു. 12ാം പടി പ്രവർത്തനം സ്പോൺസർഷിപ്പിന്റെ ഒരു ചെറിയ ബേസിക് എലമെന്റ് ആണെന്ന് പറയാം. ഒരു തുടക്കം. നാം സുബോധവാനായി നിൽക്കുകയും മറ്റൊരു മദ്യാസക്തന് സ്റ്റിൽ സഫറിങ് ആൽക്കഹോളിക്കിന് മദ്യാസക്തിയിൽ നിന്ന് മോചിതനാവാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എയുടെ പ്രോഗ്രാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബുക്ക് മാത്രം വായിക്കുക, പടികൾ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ അങ്ങോട്ട് മുഴുകുക എന്നുള്ളത് പകുതി ശരിയാണ്, പൂർണ്ണമായും ശരിയല്ല. ബാക്കി പകുതിയുണ്ട്. മറ്റൊരാളെ സഹായിക്കേണ്ട ഒരു ബാധ്യത കൂടി പ്രോഗ്രാം മൊത്തമായി ചെയ്യുന്നവർക്കുണ്ട്, അല്ലെങ്കിൽ അത് കണക്കാക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഒരു മെസ്സേജ്, 12ാം പടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു മെസ്സേജ് ഒരാൾക്ക് നൽകുന്ന പ്രക്രിയ ഏതാണെങ്കിലും അയാളെ നേരിട്ട് കണ്ട് നൽകുകയോ ഒരു ഫോണിൽ കൂടെ ക്ഷണിക്കുകയോ എന്തോ ആവാം. വേസ് ഓഫ് ക്യാരിങ് ദ മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഏത് രീതിയിലും ആവാം. പക്ഷെ ആ പ്രക്രിയയിൽ നിങ്ങൾ ഒരു ചെറിയ സ്പോൺസർഷിപ്പിന്റെ ആദ്യ കുറച്ച് നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ട്. അയാള് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തിയതിനു ശേഷം അയാളുടെ സുബോധാവസ്ഥയ്ക്ക് സഹായകരമായിരിക്കാവുന്ന
വിവരം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരമൊക്കെ നൽകുന്ന സ്ഥിരമായി അയാൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരാള് വേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അയാൾ ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ നിന്നും അയാൾ ഒരുപക്ഷെ തിരഞ്ഞെടുക്കാം. അയാൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ആൾക്കാർ ആ ഗ്രൂപ്പിൽ നിന്നോ വേറൊരു ഗ്രൂപ്പിൽ നിന്നോ അയാൾ താമസിക്കുന്നതിന്റെ സമീപ പ്രദേശത്ത് നിന്നോ ഒക്കെ അയാൾ തിരഞ്ഞെടുക്കാം. അത് അയാളുടെ ഫ്രീഡമാണ്. പക്ഷേ നമ്മൾ ആദ്യം ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കൊണ്ടുവന്ന ഈ 12-ാം പടി പ്രവർത്തനം നടത്തിയ ആളിനെ എന്ത് പേരിട്ട് വിളിക്കും എന്നുള്ളതാണ്. അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകൾ പറയുന്നത് ടെമ്പററി സ്പോൺസർ എന്നാണ്. അയാൾ ഒരു താൽക്കാലിക സ്പോൺസർ മാത്രമാണ്. ഞാൻ എന്തുകൊണ്ട് ഈ വാക്ക് പറയുന്നു എന്ന് വെച്ചാൽ, നാട്ടിലെ മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തൊക്കെ നടക്കുന്ന അംഗങ്ങൾക്ക് നന്നായിട്ട് അറിയണ കാര്യം. ആദ്യത്തിൽ ആ തുടക്കകാലത്ത് വിളിച്ചു കൊണ്ടുവരുന്ന ആള് ോടൊപ്പം ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ വന്ന ആള് കുറേ ദിവസങ്ങൾ, ഒരുപക്ഷെ മാസങ്ങളൊക്കെ അയാൾ പറയണ കാര്യമൊക്കെ കേൾക്കുക, അയാൾ വിളിക്കുന്നിടത്ത് പോവുക, അയാളെ ഫോൺ ചെയ്യുക, മീറ്റിങ്ങിന് അയാളുടെ കൂടെ എങ്ങനെയെങ്കിലും ഒന്നിച്ച് വരാൻ നോക്കുക. എപ്പോഴും അയാളെ എന്തായാലും പറയണ അയാളെ ചുറ്റിയായിരിക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഒരു ദിവസം ഈ നവാഗതൻ, ഈ പുതുമക്കാരൻ കുറച്ചുകൂടി എയിൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹവും പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ കൊണ്ട് മറ്റൊരാളെ, അയാൾക്ക് ഇതൊക്കെ അറിവുണ്ടെന്നോ അല്ലെങ്കിൽ അതിന് കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് ഇടപഴകാമെന്നോ എന്തൊക്കെ തോന്നിയിട്ടായിരിക്കും അയാൾ മറ്റേ ഫ്രണ്ട്ഷിപ്പിലാവും. അതൊരു സ്പോൺസർഷിപ്പിന്റെ തുടക്കമാവും, ചിലപ്പോൾ സ്പോൺസർഷിപ്പിലേക്ക് കടക്കും. അങ്ങനെ അയാൾ പിന്നെ ഈ കൊണ്ടുവന്ന ആദ്യം ഇതിലേക്ക് കടത്തി അതിലേക്ക് കാണിച്ചു കൊടുത്ത എയിലേക്ക് കൊണ്ടുവന്ന സ്പോൺസറോട് അയാൾ അധിക ബന്ധമൊന്നും ഉണ്ടാവില്ല. ടെമ്പററി സ്പോൺസറോട് അധിക ബന്ധം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഇവിടെ പലപ്പോഴും ഒരു ചെറു വിഭാഗമെങ്കിലും ഈ ടെമ്പററി സ്പോൺസർമാർ കടുത്ത റിസെന്റ്മെന്റിലാവണാണ് കണ്ടുവരാറ്. കടുത്ത പകയായിരിക്കും. അവനെ കൊണ്ടുവന്ന ഞാനാണ്, ഇപ്പൊ കണ്ടില്ലേ നമ്മളൊക്കെ വിട്ടിട്ട് അവൻ എങ്ങനെയാ നടക്കുന്നത്, നന്ദിയില്ലാത്തവൻ തുടങ്ങിയ ഭാഷാപ്രയോഗങ്ങളൊക്കെ സാധാരണയാണ്. സത്യത്തിൽ അതൊക്കെ അർത്ഥശൂന്യമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസ് കാണുന്നത്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമേ ഈ ടെമ്പററി സ്പോൺസർക്കുള്ളൂ. ഒരുപക്ഷെ ഈ ടെമ്പററി സ്പോൺസർ ആ വരുന്ന നവാഗതന് അനുയോജ്യമായിട്ടുള്ള, അയാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പിന് മാത്രമായിട്ടുള്ള കാര്യഗൗരവമുള്ള ഒരാളാണെങ്കിൽ ഒരുപക്ഷെ അത് തുടരുകയും ചെയ്യാം. പക്ഷെ അതല്ല, ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരണമെങ്കിൽ അയാൾക്ക് അത് മാറിപ്പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി അയാളെ മറ്റേയാളോടൊത്ത് പോകാൻ അനുവദിക്കുകയാണ് വേണ്ടത്. അപ്പൊ ആ ഒരു മനസ്സ് വേണം. അപ്പൊ രണ്ടാമത്തെ സ്പോൺസറും ആ ശരി പറഞ്ഞ സ്ഥിരം സ്പോൺസർ എന്നുള്ള കാറ്റഗറിയിലേക്ക് കടക്കുന്നു. ഈ സ്ഥിരം സ്പോൺസർഷിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻ നല്ലൊരു ഹാർമണിയിൽ പോണില്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഈ നവാഗതന് തീർച്ചയായിട്ടും ഒരു സ്പോൺസറെ മാറ്റാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്പോൺസർഷിപ്പ് ഏത് നിമിഷം വേണമെങ്കിലും മാറ്റാം, അതിലൊരു പ്രശ്നമില്ല. ഞാനിതിൽ പെട്ടുപോയി അങ്ങനത്തെ യാതൊരു ചിന്തയും വേണ്ട. പഴയ സ്പോൺസറോട് വളരെ നന്ദിയായി പറഞ്ഞുകൊണ്ട് സന്തോഷകരമായിട്ട് ആ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത വേറൊരു സ്പോൺസറെ തേടുന്ന കാര്യത്തിൽ യാതൊരു പ്രയാസവും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. തേടാം, അതിനൊരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ടെമ്പററി സ്പോൺസർ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ രീതിയിലുള്ള കുറച്ച് കാലത്തേക്ക് ഒരുപക്ഷെ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് ബന്ധം ഉണ്ടാവും. അതിൽ സ്പോൺസർക്ക് എന്തെങ്കിലും അസൗകര്യം സ്പോൺസർക്ക് വരികയോ സ്പോൺസർക്ക് എന്തെങ്കിലും അയാളുമായി മുന്നോട്ട് പോകണ ബുദ്ധിമുട്ട് വരികയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറാം, മറ്റൊരു സ്പോൺസറെ തിരഞ്ഞെടുക്കാം. ഇതിൽ തന്നെ രണ്ട് പാറ്റേണിലുള്ള സ്പോൺസർമാരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് റിക്കവറി സ്പോൺസർ, അതായത് എയുടെ മോചനത്തിന്റെ കാതലായ തത്വങ്ങൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും മോചനത്തിലേക്ക് ഇയാളെ നടക്കുവാനും അതിൽ നിലനിൽക്കുവാനും ഒക്കെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്പോൺസർ എന്ന് വേണമെങ്കിൽ പറയാം, റിക്കവറി. മിക്കവാറും ഈ റിക്കവറി സ്പോൺസേഴ്സ് എല്ലാം അടിയുറച്ച റിക്കവറി മെറ്റീരിയൽസിന്റെ വളരെയധികം അതിന് പരിചയമുള്ളവരും അത്തരത്തിൽ മുന്നോട്ട് പോയി അതിൽ മാത്രം ഊന്നി ജീവിക്കുന്നവരും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതില് ചില വിഭാഗം റിക്കവറി സ്പോൺസർമാർക്ക് സർവീസിനെ കുറിച്ചൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് സർവീസ് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് സർവീസിലേക്ക് എത്താനുള്ള സമയം ലഭിച്ചില്ല, അല്ലെങ്കിൽ അതിനോട് അവർക്ക് താല്പര്യമില്ലായിരുന്നിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മുടെ പുതുമക്കാരൻ അല്ലെങ്കിൽ നവാഗതൻ സേവന സംബന്ധമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക്
തുടക്കം കുറിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ റിക്കവറി സ്പോൺസറുമായുള്ള ബന്ധപ്പെടലിന് ബുദ്ധിമുട്ടുണ്ടാവും. റിക്കവറി സ്പോൺസർ സാധാരണഗതിയിൽ നല്ല സ്പോൺസർമാരെന്താ പറയാന്ന് വെച്ചാൽ, ഞാൻ റിക്കവറിയുടെ ഭാഗമാണ്, എനിക്ക് റിക്കവറിയും അതിന്റെ സ്പിരിച്വാലിറ്റിയും കാര്യങ്ങളൊക്കെ നിനക്ക് പകർന്നു തരാനോ അല്ലെങ്കിൽ സഹായിക്കാനോ കഴിയുള്ളൂ. സർവീസിനെ കുറിച്ച് എനിക്ക് അറിയില്ല, എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് നല്ലൊരു സ്പോൺസറെ നീ തിരഞ്ഞെടുക്കുന്നതാണ് നിനക്ക് നല്ലത് സേവനത്തിലേക്ക്. അപ്പൊ സേവനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ കടന്നു പ്രവർത്തിക്കുന്ന ഒരു അംഗം ഒരു റിക്കവറി സ്പോൺസറെ മാറ്റിക്കൊണ്ട് ഒരു സർവീസ് സ്പോൺസറെ തിരഞ്ഞെടുക്കാറുണ്ട്. കാരണം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രസ്റ്റിഷിപ്പ്, ഒരു ഡെലിഗേറ്റ്ഷിപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. GSOയിൽ ഡെലിഗേറ്റ്, അതുപോലെ ജനറൽ സർവീസ് കോൺഫറൻസിലും അതിന്റെ ബോർഡിലെ ട്രസ്റ്റി ആയിട്ട്, അതിനപ്പുറത്തേക്ക് AOSM ഡെലിഗേറ്റ് ഉണ്ട്, ട്രസ്റ്റിമാരും തിരഞ്ഞെടുക്കുന്ന ഏഷ്യ ഓഷ്യാന സർവീസ് മീറ്റ് ഡെലിഗേറ്റ്, വേൾഡ് സർവീസ് ഡെലിഗേറ്റ്, WSMലേക്ക് വേൾഡ് സർവീസ് മീറ്റിംഗിലേക്കുള്ള ഡെലിഗേറ്റ്. ഇങ്ങനെയൊക്കെയുള്ള പൊസിഷൻസിൽ പടിപടിയായി സേവന തലത്തിൽ നിന്നുള്ള പരിചയം കിട്ടിയിട്ടാണ് മറ്റു തലങ്ങളിലേക്കൊക്കെ, അടുത്ത തലങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാള് സ്പോൺസറായിട്ട് വരികയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ എന്താ നടക്കുന്നത്, എന്റെ റോൾ എന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് തുടങ്ങി ധാരാളം സംശയങ്ങൾക്ക് നിവാരണം വരുത്താൻ ആ സർവീസ് സ്പോൺസർക്ക് സാധിക്കും. പക്ഷെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അയാൾ ലിറ്ററേച്ചറും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ള അറിവുകൾ കൊടുക്കാൻ സാധിച്ചേക്കും ശ്രമിച്ചാല്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ പോയി അല്ലെങ്കിൽ അത് ചെയ്തുള്ള പരിചയത്തിന്റെ മുകളിലുള്ള അനുഭവത്തിൽ ഊന്നിയിട്ടുള്ള ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ അതുകൊണ്ട് തുടക്കത്തിൽ സ്പോൺസേഴ്സിനെ കുറിച്ചുള്ള ഒരു 3 വ്യത്യസ്ത തലങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത്തരം 3 തലങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു ടെമ്പററി സ്പോൺസറും ഒരു റിക്കവറി സ്പോൺസറും അതേപോലെ നമുക്കൊരു സർവീസ് സ്പോൺസർ, സേവന വ്യവസ്ഥിതികളിലേക്കുള്ള സ്പോൺസറും ഉണ്ട്. 3 തലത്തിലുള്ള സ്പോൺസർ ഉണ്ട്. പിന്നെയുള്ളൊരു കാര്യം, എപ്പോഴും തർക്കം വരുന്ന ഒരു വിഷയമുണ്ട്, ഒരാൾക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ടോ ഇല്ല. കടന്നു വരുന്ന നവാഗതരിൽ പലരും, ചുരുക്കം ഒരു ന്യൂനപക്ഷം ആൾക്കാരെങ്കിലും സ്വന്തം നിലയിൽ അന്വേഷിക്കാനും കണ്ടെത്താനും ആ സ്വന്തം നിലയിലുള്ള കണ്ടെത്തലുകളിൽ നിലപാടുകൾ ഉറപ്പിച്ച് സുബോധ ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കഴിവുള്ളവരുണ്ട്. മാത്രമല്ല അവരതിന് തയ്യാറാവുകയും ഒരു പക്ഷെ അവര് അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാൻ ഒരു സഹായം ഇല്ലാതെ തന്നെ ലിറ്ററേച്ചറിന്റെ മറ്റു സഹായത്തോടു കൂടി അതിലേക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഇതില് ഒരു ചെറിയ വിഭാഗം വിജയം കണ്ടെത്താറുണ്ട്, തോൽവിയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിലും അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരു സംശയം തോന്നുകയാണെങ്കിൽ സംശയ നിവാരണം വരുത്താൻ ആരെങ്കിലും ഒരു സഹായം കൂടിയേ തീരുള്ളൂ. ഈ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം ആവശ്യം വരുന്ന ഘട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവും. ആ സമയത്ത് സഹായം നമ്മൾ ആവശ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ഒരു രീതിയിലേക്ക്, നമ്മളൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതായത് നമ്മളെ GPS ഒക്കെ വഴി തെറ്റിക്കുന്ന പോലെ തന്നെയാണ്. ശരിക്കും കൃത്യമായിട്ട് ഒരാള് നമുക്ക് ആ വഴിയൊക്കെ പറഞ്ഞു അറിയുന്ന ഒരാൾ കൂടെ ഉണ്ടാവുന്നതിനേക്കാളും വലുതായിട്ടൊന്നുമില്ല. പല മാർഗങ്ങളും നമ്മൾ സയന്റിഫിക് ആയിട്ട് ഉപയോഗിച്ചാൽ അതൊക്കെ പലപ്പോഴും തെറ്റാറുണ്ട്. ഈ വഴി അറിയുന്ന കൂടുതൽ ആളുള്ളപ്പോൾ തെറ്റില്ല എന്നല്ല പറയണം, പക്ഷെ അതിനുള്ള ചാൻസ് വളരെ വിരളമാണ്. അപ്പം കൃത്യമായി ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ പോകുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത സ്ട്രെയിൻ എടുക്കേണ്ട കാര്യമില്ല എന്നും കൂടി ഇത് ഓർമ്മിപ്പിക്കുന്നു. ഞാനൊരു സ്പോൺസറെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അയാൾ ഇതിനു മുമ്പ് സഞ്ചരിച്ച ആളാണ്, അയാൾക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്, അയാൾക്ക് പ്രോഗ്രാമിനെ കുറിച്ച് അറിയാം, മറ്റു കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അയാളുടെ സഹായം തേടുകയാണെങ്കിൽ എൻ്റെ യാത്ര കഠിനമായിരിക്കില്ല. ഞാൻ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. വളരെ ഫ്രീ ആയിട്ട് അല്പം കാര്യഗൗരവത്തോടുകൂടി എനിക്ക് സഞ്ചരിക്കാനാവും എന്നുള്ളതാണ്. അതേസമയം ഇതില്ലാതെ സ്വന്തമായിട്ട് തന്നെ ഇതിനൊക്കെ ശ്രമിച്ച് നടക്കുന്ന അയാൾ വളരെ ഒരു വലിയൊരു ടാസ്ക് ഏറ്റെടുക്കുകയാണ്. അയാൾ അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്, ഒരുപാട് സമയനഷ്ടം. എത്ര പ്രഗത്ഭനായിരുന്നാലും എത്ര അറിവുള്ളവനായിരുന്നാലും അയാൾ ഒന്ന് കറങ്ങി വഴിതെറ്റി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വരും, സമയനഷ്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമില്ല. അതുപോലെയാണ് സ്പോൺസർഷിപ്പും. പക്ഷെ നല്ലത് ഇതാണ്, വേണമെങ്കിൽ സ്വീകരിക്കാം എന്നുണ്ട്. അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സ്വയം ഒരു സ്പോൺസറെ സ്വീകരിക്കുകയോ
ഇല്ലെങ്കിൽ ഗ്രൂപ്പിന് ഒരു സ്പോൺസറെ നൽകുകയോ ചെയ്യാം. അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യാം എന്ന രീതിയിൽ ഒരു സ്പോൺസറെ അയാൾക്ക് ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. അയാളുടെ വ്യക്തിപരമായ അറ്റൻഷൻ, അയാളുടെ വ്യക്തിപരമായ അയാളുടെ കാര്യങ്ങളിൽ എഐയിൽ ഒരു ശ്രദ്ധ ചെലുത്താൻ ഒരാൾ ഉണ്ടാവുന്നത് നല്ലതാണ്. സത്യത്തിൽ മദ്യാസക്തന് സംബന്ധിച്ചിടത്തോളം അയാളെ വ്യക്തിപരമായി അയാളെ പരിചയപ്പെടുത്തുകയോ അയാളുടെ കാര്യങ്ങൾ അറിയിക്കുകയോ ഒന്നുമല്ല ഒരു സ്പോൺസർ ചെയ്യുന്നതും ചെയ്യേണ്ടതും. അയാൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അത് ആ സ്പോൺസർ ശീലിച്ച രീതിയിൽ ആ സ്പോൺസർ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നു. മറ്റേ ആൾക്കത് സ്വീകരിക്കാം എന്നുള്ളതാണ്. പറയുന്നതും മനസ്സിലാക്കുന്നതും എത്രത്തോളം സ്വീകരിക്കുന്നു, അത് പ്രാവർത്തികത്തിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു സ്പോൺസിയുടെ മുന്നോട്ടുള്ള പോക്ക് ഇതിനെ കൂടെ. അപ്പൊ എഐയില് മിക്കവാറും നമ്മൾ എന്തായാലും എന്ന് വെച്ചാല് വിജയിച്ചവരോട് ചേർന്ന് നിൽക്കാന്ന് വെച്ചാൽ സ്റ്റിക്ക് വിത്ത് ദ വിന്നേഴ്സ് എന്നുള്ള ഇംഗ്ലീഷ് ഉപയോഗത്തെ മലയാളത്തിൽ പറയുന്നതാണ് വിജയിച്ചവരോട് ചേർന്ന് നിൽക്കുക. എഐയിലെത്തി വിജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിജയവും തോൽവിയൊക്കെ കണക്കാക്കാൻ പറ്റുമെന്നൊക്കെ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയല്ല. കുറച്ചു കാലം ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് സുബോധാവസ്ഥ നിലനിർത്തി ജീവിതത്തിലും ആൽക്കഹോളിക്സ് അനോണിമസിലും ഒക്കെ അവനവൻ്റെതായിട്ടുള്ള ചില പിന്നെ നല്ല നിലകൾ കണ്ടെത്തി ജീവിതം ആസ്വദിക്കുകയും ആഘോഷമാക്കുകയും ഒക്കെ ചെയ്യുന്ന തലത്തിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ആളുകൾ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് നല്ല അറിവുള്ള അംഗങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ്. കുറച്ച് തന്നെക്കാളും കൂടുതൽ വർഷം അല്ലെങ്കിൽ വർഷങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ സഞ്ചരിച്ച ഒരാളെ, അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ സമയവും അതിനുള്ള കഴിവും ഉള്ള ഒരാളെ, നല്ല രീതിയിലുള്ളൊരു ബന്ധം തങ്ങളുമായിട്ട് പുലർത്താൻ കഴിയും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരെ മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ സ്പോൺസറും സ്പോൺസിയും തമ്മിൽ ഒരുപോലത്തെ ആൾക്കാർ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലർ പറയാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഡോക്ടർ പുതുതായിട്ട് എയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എയിലുള്ള എല്ലാ ഡോക്ടർമാരെയും പിടിച്ച് അയാളെ പരിചയപ്പെടുത്തും. അതിലൊരു ഡോക്ടർ എടുത്ത് പറയും, നിങ്ങൾ വേണമെങ്കിൽ ഇയാളെ സ്പോൺസർ ആയിക്കൂ എന്ന് പറയും. അപ്പം സ്പോൺസിയും സ്പോൺസറും സമാനതകൾ ഉള്ളവരായി കഴിഞ്ഞാൽ അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയം വരിക്കും. അവരുടെ പ്രവർത്തനങ്ങളും അന്യോന്യമുള്ള സഹകരണമൊക്കെ വളരെ മികച്ചതായിരിക്കും. അതുകൊണ്ട് ആ ബന്ധത്തിൽ നിന്നുള്ള സുബോധാവസ്ഥ വളരെ വിജയത്തിലേക്ക് പോകും എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനെ ഒരുപോലെയുള്ള ആൾക്കാർ തന്നെ ആയാലും മുന്നോട്ട് പോകുന്നുള്ള യാതൊരു നിബന്ധനയില്ല. പക്ഷെ നേരെ തിരിച്ചാണ് പലപ്പോഴും എയുടെ ജീവിത അനുഭവങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചുള്ളത്. തികച്ചും വ്യത്യസ്തരായ സ്പോൺസർമാരിൽ നിന്നാണ് കൂടുതൽ സഹായം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. തികച്ചും വ്യത്യസ്ത തലങ്ങളിലുള്ള സ്പോൺസർമാരിൽ നിന്നാണ് ആ ഒരു പിന്നെ ഏറ്റവും കൂടുതൽ ഗുണകരമായ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം. ഒരുപോലെ ഉള്ളവരാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരുപോലെ ഉള്ളവരെക്കാൾ നല്ലത് വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള സ്പോൺസറും ആണെങ്കിൽ കുറച്ചുകൂടി വളരെ നല്ല കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്, എയിൽ വരുന്ന ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്ന സ്ത്രീകൾക്ക് സ്പോൺസർമാര് സ്ത്രീകൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പുരുഷന്മാർക്ക് പുരുഷന്മാര് തന്നെ സ്പോൺസർ ആവുക, സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ സ്പോൺസർ ആവുക. പിന്നെ മറ്റേ ഇതര ലിംഗക്കാർക്ക് അവർക്ക് എതിർലിംഗത്തിലുള്ളവരൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയണില്ലെങ്കിലും എത്തുന്നവരും മനുഷ്യരെ തന്നെ. കുറച്ചുകൂടി മാനുഷികമായിട്ട് വൈകാരിക തലങ്ങളിലൊക്കെ തകരാറ് സംഭവിച്ചവരാ മനുഷ്യന്മാര് തന്നെയാണ്. അപ്പൊ മാനുഷികമായിട്ടുള്ള എല്ലാ വിചാര വൈകൃതങ്ങളും വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ ഉണ്ടാവും. സാധാരണ മനുഷ്യന്മാർക്കുള്ള എല്ലാ കാര്യങ്ങളും അല്പം അധികം ഉണ്ടാവും എന്നാണ് പറയാം. വൈകാരികമായിട്ടുള്ള ഒരു നിയന്ത്രണാവസ്ഥ വളരെ കുറഞ്ഞവരുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ എതിർ ലിംഗക്കാരുമായി സ്പോൺസർഷിപ്പിലായാലും മറ്റു രീതിയിൽ ഇടപെടുമ്പം അവരുടെ ശ്രദ്ധ ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്നും വേറെ മാറി സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്നത് ആൽക്കഹോളിക്സിനെ സംബന്ധിച്ചിടത്തോളം മരണതുല്യം എന്നുള്ള വാക്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അയാൾ പോയി വീണ് കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും പല അനുഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പോൺസർഷിപ്പ് പുരുഷന്മാരും സ്ത്രീകൾക്ക് സ്ത്രീകളും ആയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. ഒരു ന്യൂകമർ
ഇങ്ങനെയുള്ളൊരു സ്പോൺസറിൽ നിന്നും എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, സാധാരണ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയണ ഒരു ആരോഗ്യ രംഗത്തുള്ള വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു കൗൺസിലർ ഇവരൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ഒരു പരിശീലനം കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലഭിക്കും എന്നുള്ള രീതിയിൽ ഒരു സ്പോൺസറെ ഒരു സ്പോൺസിയും സമീപിക്കാൻ പാടില്ല. സ്പോൺസറും ഇത് വ്യക്തമായി ആദ്യ ഇതിൽ തന്നെ തുറന്നു പറയാൻ ബാധ്യസ്ഥനാണ് സ്പോൺസിയോട്. കാരണം എനിക്ക് തരാനുള്ളത് എന്താണെന്ന് അയാൾ കൃത്യമായി വ്യക്തമാക്കുകയും സ്പോൺസിക്ക് അയാളിൽ നിന്നും എന്താണ് ലഭിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുകയും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്പോൺസിക്ക് കൊടുക്കാൻ ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണ്? അയാൾ മനസ്സിലാക്കിയ, അയാൾ ജീവിതത്തിലൂടെ കണ്ടെത്തിയ, അയാൾ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മോചന പാതയിലേക്കുള്ള തത്വങ്ങൾ, രീതികൾ പുതുമക്കാരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അയാളെ അത്തരത്തിലുള്ളൊരു ജീവിതം ജീവിക്കാൻ പ്രേരിപ്പിക്കുക. ഇത്രമാരെ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ഒന്നും സ്പോൺസർക്ക് ചെയ്യാൻ കഴിയില്ല. വേറെ ഒന്നിനും സ്പോൺസർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള. അടുത്തൊരു ഘട്ടം സ്പോൺസറും സ്പോൺസിയും എങ്ങനെയാണ്? ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പേരിൽ അങ്ങനെ നിൽക്കേണ്ട ആൾക്കാരാണ്? ഒരിക്കലും അല്ല. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്ന് പറയാം. കൊടുക്കൽ വാങ്ങൽ തന്നെയാണ്. സ്പോൺസർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു നിൽക്കുന്ന ആളാണെങ്കിലും ചിലപ്പോൾ സ്പോൺസി പോയിട്ട് എവിടെയെങ്കിലും പോയി ഒന്ന് മാന്തിക്കൊണ്ടുവരുന്ന സാധനം ചിലപ്പോൾ സ്പോൺസർക്ക് അറിയണമെന്നില്ല. അറിയാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് സമ്മതിക്കാൻ തയ്യാറാവണം സ്പോൺസർ. എനിക്കതറിയില്ല, ഞാൻ അത് ആദ്യമായിട്ടാണ് കേൾക്കണം. ഇത്ര ഉണ്ടായിട്ട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല, സോറി, ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നിനക്കറിയാമെങ്കിൽ പറയൂ എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു സ്പോൺസർക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്പോൺസർ പറയുന്ന എല്ലാ കാര്യത്തോടും നവാഗതന് യോജിച്ച് ഇങ്ങനെ റാൻമൂളി നടക്കണം എന്നൊന്നും ഇവിടെയും പറയുന്നില്ല. സ്പോൺസർ പറയുന്ന കാര്യത്തിൽ അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വേറൊരു രീതിയിൽ അയാൾ എവിടെന്നെങ്കിലും കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യത്യസ്തത സ്പോൺസറോട് തുറന്നു പറയാൻ സ്പോൺസർ തയ്യാറാവണം. എനിക്കിത് മനസ്സിലായില്ല, പറയാം, ഞാനിത് വേറെ രീതിയിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, അപ്പൊ അതും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ചോദിക്കാം. അത് സ്പോൺസർ അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ്. ഏതാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം അയാൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ തയ്യാറാവും. അല്ലാതെ സ്പോൺസർ പറയുന്നതെല്ലാം കേട്ട് അക്ഷരം വിടാതെ പാലിച്ച് ജീവിക്കണം എന്നുള്ള അർത്ഥം ഇവിടെ ഇല്ല. മനസ്സിലാവാത്തത് മനസ്സിലാവില്ല എന്ന് തന്നെ പറയാം. വ്യത്യസ്തമായ ആശയങ്ങളുണ്ടെങ്കിൽ വ്യത്യസ്തത ചൂണ്ടിക്കാണിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സുഗമവും സത്യസന്ധവുമായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇടപാടായിരിക്കണം. ആരും ആരുടെയും അടിമയല്ല, ആരും ആരുടെയും ടീച്ചറും മാഷും കുട്ടിയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലളിതമായ ഒരു പ്രോഗ്രാം അത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ചോദിക്കുകയും പറയുകയും ചെയ്ത് അന്വേഷിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും വിചാരിക്കുക. പിന്നെയുള്ളൊരു കാര്യം വരികയെന്ന് വെച്ചാൽ, സ്പോൺസർ എല്ലാ സമയത്തും കിട്ടണില്ല എന്നൊക്കെ ഉള്ള പരാതികൾ ധാരാളം വരും. പ്രത്യേകിച്ച് അത്യാവശ്യത്തിന് സ്പോൺസർ കിട്ടണില്ല എന്ന് എന്ത് ചെയ്യും? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. സ്പോൺസർ അത്യാവശ്യമായിരുന്നു, ഞാൻ കുടിക്കണെങ്ങനെ ഗ്ലാസ് എടുത്ത് വെച്ച് വിളിക്കായിരുന്നു, മറ്റേ അതിന് പല കാര്യങ്ങളും പറയും. സത്യത്തില് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു അംഗം, ഒരു നവാഗതനായാലും ശരി തന്നെ, എയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളായാലും ശരി തന്നെ, മനസ്സിലാക്കേണ്ട ഒരു പ്രാഥമികമായ കാര്യമുണ്ട്. എന്താണ്? സ്പോൺസർ അല്ല അയാളെ സുബോധാവസ്ഥ നിലനിർത്തുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമാണ്. സ്പോൺസർ ആ പ്രോഗ്രാം വിശദീകരിച്ചു കൊടുക്കാനോ മനസ്സിലാക്കി കൊടുക്കാനോ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. അല്ലാതെ ഇയാളെ സുബോധാവസ്ഥയിൽ നിലനിർത്താനും അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള കോൺട്രാക്ട് എടുത്ത ഒരാളല്ല. അയാൾ എടുത്താലും അത് നടക്കൂല. രണ്ടാം പടിക്ക് വിരുദ്ധമായ ഒരു ആശയമാണത്. രണ്ടാം പടി കൃത്യമായിട്ട് പറയേണ്ട അതിന് വിരുദ്ധമായ ആശയം, മൂന്നാം പടിക്കൊക്കെ ഒരുപക്ഷെ വിരുദ്ധമായ ഒരു ആശയമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും ആൽക്കഹോളിക്സ് അനോണിമസിനുള്ളിലും പുറത്തും ഈ മദ്യാസക്തനെ സുബോധാവസ്ഥയിൽ നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് സ്പോൺസറെ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇത് വീണുപോകും അല്ലെങ്കിൽ വീണുപോയി എന്നുള്ള ചിന്തകൾ വേണ്ട. മറ്റനവധി മാർഗങ്ങളുണ്ട്. ഒരു അത്യാവശ്യത്തിന് സ്പോൺസറെ കിട്ടാതായാൽ ലിറ്ററേച്ചറുകൾ വായിക്കാം, മറ്റേ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ആരാ പറഞ്ഞ മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടില്ല എന്നൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ മറ്റാരെ വേണമെങ്കിലും ഫോണിൽ ബന്ധപ്പെടാം. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകളിൽ ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ പങ്കെടുക്കാം.
അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ ലഘുലേഖകൾ വായിക്കാം. എയുടെ മാഗസിൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ 12 സ്റ്റോപ്പ് മാഗസിൻ ഉണ്ട്. മറ്റു വിദേശ രാജ്യങ്ങളിൽ ഗ്രേപ്പ് വൈൻ ഉണ്ട്. മാഗസിൻസ് വായിക്കാം. അങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിന് ഉള്ളില് നിന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒട്ടനവധി ലിറ്ററേച്ചറുകൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിലേത് വേണോ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളൊരു സ്പോൺസർ ഉണ്ടെങ്കിലും സ്പോൺസർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലിറ്ററേച്ചർ വളരെ ഇവിടെയൊക്കെ നമ്മളെ കോഴിക്കോട് പഴമക്കാരൊക്കെ വളരെ ലോക്കൽ സ്ലാങ്ങിൽ പറയും ഒരു സോഡന്റെ പൈസ എന്ന് പറയും. ഏത് ഫുള്ളിന്റെ പൈസ കൊടുക്കേണ്ട ഒരു സോഡന്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകൾ മൊത്തം വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്ര വാങ്ങാൻ പറ്റും. സൂക്ഷിച്ചു വയ്ക്കുക, എപ്പോഴാണ് ഉപയോഗം വരിക എന്ന് പറയാൻ പറ്റില്ല. പണ്ടുള്ള ഒരു തമാശയ്ക്ക് പറയാറുണ്ട്, ബിഗ് ബുക്ക് എടുത്ത് വായിക്കുമെന്നില്ല, തലേണേന്റെ അടിയിൽ വെച്ചാലും ഈ ചെകുത്താൻ പിടിക്കാൻ വരുമ്പോൾ ഇതെടുത്ത് കാണിക്കാമല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു തമാശയാണെങ്കിൽ പോലും ഒരുപക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഗുണം ചെയ്യാറുണ്ട്. ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരാൾ പെട്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചത് നിങ്ങളൊരു ബിഗ് ബുക്ക് ഉണ്ടോന്ന്. എനിക്ക് സംസാരിക്കാനും കഴിയുള്ള വേറൊരു അവസ്ഥയിലാണ്, അയാളും വേറൊരു അവസ്ഥയിലാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു രാത്രിയാണ്. ഞാൻ അയാളോട് ചോദിച്ചത് ബിഗ് ബുക്ക് ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അയാളോട് മറ്റുള്ളവരിടത്തുള്ള പ്രവർത്തനം ഒന്ന് വായിക്കാൻ പറഞ്ഞു. വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പോയി കുടിച്ചോ എന്ന്. ഒരു പ്രശ്നമില്ല. അയാൾ വായിച്ചു. അയാൾ എന്നെ വിളിച്ചിട്ടില്ല. അയാൾ പിന്നെ എന്നെ വിളിക്കണം പിറ്റേ ദിവസമാണ്. അയാൾ പറഞ്ഞു ഞാൻ കുടിച്ചില്ല എന്ന്. വെറുതെ എനിക്ക് അങ്ങനെ ഒരു ആശയം തോന്നിയിട്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരോടത്തുള്ള പ്രവർത്തനം വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നുള്ള വായിക്കും. എന്നിട്ട് നീ പോയി കുടിച്ചോ എന്ന് പറഞ്ഞു. അയാളത് വായിച്ചിട്ട് കുടിക്കാന്നുള്ള സമ്മതിച്ചു. അത് ഉദാഹരണം ഇതിനിടയിൽ പറഞ്ഞതാണ്. നമുക്ക് തീർച്ചയായിട്ടും നിരവധി മാർഗങ്ങൾ ഉണ്ട് ഒരു സ്പോൺസർ അത്യാവശ്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ എന്നുള്ളതാണ്. ഒരു നവാഗതന് ഒന്നിലേറെ സ്പോൺസർമാരൊക്കെ ആകാമോ എന്നുള്ളതാണ്. പിന്നെ സ്പോൺസറെ മാറ്റാമോ, ഇത് രണ്ടും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഒന്നിലധികം സ്പോൺസർമാരാകുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ കഴിയുന്നതും ഒരു സമയം ഒരു സ്പോൺസറിൽ ഉറച്ചു നിൽക്കണമെന്ന് നല്ലത്. ഇല്ലെങ്കിൽ വിവിധ ആശയങ്ങൾ വന്നിട്ട് ഏതാണ് നടപ്പിലാക്കേണ്ടതെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഒരേ സമയം വിവിധ സ്പോൺസർമാരെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. ഒരാളാണെങ്കിൽ അയാളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേട്ടിട്ട് അത് യോജിക്കുന്ന പരിപാടിയായിട്ട് തോന്നിയാൽ അത് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയാൽ അത് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ സ്പോൺസർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോൺസറുമായി തുടരാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ സ്പോൺസറെ മാറ്റാം. സ്പോൺസർക്ക് സ്പോൺസിയായിട്ട് തുടരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞിട്ട് സോറി പറഞ്ഞിട്ട് അയാൾക്ക് മാറാം. ഇതിനൊക്കെ ഉള്ളുണ്ട്. ഇതിനൊന്നും ഒഫീഷ്യലായിട്ടുള്ള യാതൊരു ഇതുമില്ല. അങ്ങനെ പോണതിനും അല്ലെങ്കിൽ ഒരാൾ മാറുന്നതിനൊന്നും യാതൊരു പ്രശ്നവും പ്രയാസവും ഒന്നുമില്ല. അങ്ങനെ വിചാരിക്കരുത്. തീർച്ചയായിട്ടും ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയാണ് അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു സംഗതി വരുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് അയാള് റീഹാബ് അല്ലെങ്കിൽ ഡീറ്റോക്സിഫിക്കേഷൻ ആശുപത്രികളിലൊക്കെ അഡ്മിറ്റായി ആൽക്കഹോളിസത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ധാരാളം വിവരം ലഭിച്ചിട്ടാണ് എയിലേക്ക് വരുന്നതെങ്കിൽ അയാൾക്ക് സ്പോൺസർ ഒന്നും ആവശ്യമില്ല എന്നൊരു ധാരണയുണ്ട്. പലരും പറയുകയും ചെയ്യും. മറ്റേ നേരിട്ട് വന്നതുകൊണ്ട് അയാൾക്ക് വേണം, അയാൾക്ക് ഒന്നും അറിയില്ല അതുകൊണ്ട് വേണം. ഇയാള് ആശുപത്രിയിലൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതുകൊണ്ട് അയാൾക്ക് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തെറ്റാണ്. കാരണം നമുക്ക് ആശുപത്രികളിലും നമ്മളെ കൗൺസിലിംഗ് സെന്ററുകളിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു റീഹാബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യും, നമുക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ശാരീരികമായ അടിമത്തത്തിൽ നിന്നും നമ്മൾ താൽക്കാലികമായി വിടുതൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഫിസിക്കൽ ഡിപ്പെൻഡൻസിയിൽ നിന്ന് നമ്മൾ താൽക്കാലികമായി വിടുതൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ താൽക്കാലികമായി തന്നെ വാക്ക് ഉപയോഗിച്ചു. പക്ഷേ ഫിസിക്കൽ ഡിപ്പെൻഡൻസി മാത്രമല്ലല്ലോ രോഗം. മെന്റൽ ഒബ്സഷൻ എന്ത് ചെയ്യണം? മാനസികമായ ഒരു വിധേയത്വത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അപ്പോഴും ചോദ്യചിഹ്നമാണ്. മാനസികമായ വിധേയത്വത്തിൽ നിന്നും മാറി നിൽക്കണമെങ്കിൽ 24 മണിക്കൂർ പദ്ധതി എന്ന നിലയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ ഉപയോഗിച്ച് തത്വങ്ങളിലൂടെ ജീവിക്കല്ലാതെ വേറെ മാർഗമില്ല. പലപ്പോഴും ഇത് ഒരു സ്ഥലത്തു നിന്നും കൃത്യമായി അയാൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. ചില ആശുപത്രികളിലും ചില ഇങ്ങനെയുള്ള ഡീറ്റോക്സ് സെന്റേഴ്സിലും ഒക്കെ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഷെയറിംഗ് ഒക്കെ കുറച്ച് ഷെയറിംഗ് ആണെന്നൊക്കെ തോന്നും. ആ ഷെയറിംഗ് ആണ്, അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും. പക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒരു സ്പോൺസറെ ലഭിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമം അതാണ്. എത്രത്തോളം
മദ്യാസക്തിയെക്കുറിച്ച് അറിവ് ലഭിച്ചിട്ട് വരുന്ന ആളാണെങ്കിലും ശരി, അയാൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് അറിവുള്ള ഒരാളെ കുറച്ചു കാലത്തേക്ക് സ്ഥിരമായി ലഭിക്കുകയാണെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രോഗ്രാം മനസ്സിലാക്കാൻ സഹായകരമായിട്ടൊരു കാര്യം വേറെയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ വന്നവർക്കൊന്നും ഇനി സ്പോൺസർ വേണ്ട, ഞാൻ അവിടെ നിന്ന് പഠിച്ചു ഇവിടെ നിന്ന് പഠിച്ചു എന്നുള്ളൊരു കാര്യം എന്നുള്ളതാണ്. പിന്നെ ചിലര് നോക്കുമ്പോൾ 1-2 വർഷം ഒക്കെ ആയി, 2-3 വർഷമൊക്കെ ആയി, അല്ലെങ്കിൽ 4 വർഷമായി, ഇനി സ്പോൺസറൊന്നും എടുത്തിട്ടില്ല, ഇനിയിപ്പോ എന്തോ എടുക്കാനാണ്, എപ്പോ എടുക്കാനാണ്, ഞാൻ വല്ലാതെ വൈകിയല്ലോ എന്ന് ഒരു തോന്നലിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു തോന്നലിന്റെ ആവശ്യമില്ല. നിങ്ങൾ അതുവരെ 20 കിലോമീറ്റർ സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന വണ്ടി നിങ്ങൾക്ക് മനസ്സിലായി ഐ ആം റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം, ഞാൻ സമയമില്ലാതെ നിൽക്കുകയാണ്, എനിക്ക് സമയം കുറവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനിപ്പോ ഒരു കാർ എടുത്ത് എറണാകുളത്തേക്ക് പോകണു, അവിടെ നോക്കുമ്പോൾ എനിക്ക് ഇനി ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ 30-40 ഞാൻ വളരെ സമാധാനമായിട്ട് ഓടിച്ചു വരികയായിരുന്നു. ഞാൻ 60ലേക്ക് ആക്സിലേറ്റർ കൊടുക്കും, അല്ലെങ്കിൽ 70ലേക്ക് കൊടുക്കും. കാരണം എനിക്ക് 1 മണിക്കൂറിനുള്ളിൽ അങ്ങനെ കൊടുത്താലേ എറണാകുളത്ത് എത്താൻ പറ്റുള്ളൂ. കാരണം 1 മണിക്കൂർ കൊണ്ട് എത്താം, സ്പീഡ് കൂട്ടി പോയാൽ എത്താം. ഞാൻ വെറുതെ അലസമായിട്ട് വന്നത് കൊണ്ട് എന്റെ സമയം പോയി. ഇതേ അവസ്ഥ തന്നെ. എനിക്ക് അടുത്ത് ഞാൻ എന്നത് തീരുമാനിക്കണോ അതിനടുത്തുള്ള ഒരു ദിവസം മുതൽ എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ മോചന പ്രക്രിയയിൽ എന്റെ സുബോധ അവസ്ഥ കൈവരിക്കുന്ന പ്രക്രിയയിൽ വേഗത കൂടുന്നു, എന്റെ സമയനഷ്ടം ഒഴിവാകുന്നു. അതുകൊണ്ട് ലേറ്റായി പോയി, താമസിച്ചു പോയി, ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല, ഇനി എന്ത് പഠിത്തമാണ്, അത് 3-4 വർഷമായില്ലേ, 7 വർഷമായില്ലേ എന്നൊക്കെ തോന്നും. ഞാൻ ഇവിടെ ഒരു ഭീഷണിയായിട്ട് പറയല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് 15 വർഷക്കാരനും തലകുത്തി വീണ് തിരിച്ചു കയറാനാവാതെ നടക്കുന്ന ആൾക്കാരുണ്ട്, അംഗങ്ങളുണ്ട്. അവര് ആയിട്ടൊരു ബന്ധമില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു സ്ഥലത്തൊക്കെ കൊണ്ട് സ്ഥാപിച്ച സ്ഥാപകരെന്ന് വേണമെങ്കിൽ പറയാം, ഇവരൊക്കെ വീണിട്ടുണ്ട്. 25 വർഷം ആയിട്ടുള്ള ഒരാള് മംഗലാപുരത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ റിലാപ്സ് ആയിട്ട് തിരിച്ചു വന്നു, അയാളെയും കണ്ടുപിടിച്ചു. വർഷങ്ങളുടെ പഴക്കവും മറ്റു കാര്യങ്ങളൊന്നും യിൽ നിന്ന് തിരിച്ചു പോക്കിന് ഒരു തടസ്സം ആവും എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. വർഷങ്ങൾ കഴിയും തോറും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ ജീവിക്കുകയും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തുടർന്ന് പോകും. അല്ലാതെ എവിടെയെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്യാത്ത, അല്ലെങ്കിൽ പ്രോഗ്രാമിലല്ലാത്ത, പ്രോഗ്രാമിൽ പടിപടിയായി വളർച്ചയിലെത്താത്ത അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലാപ്സിലേക്ക് പോകും. അത് വർഷം എത്രയായാലും സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഒരു സ്പോൺസറുടെ സഹായം തേടാവുന്നതാണ്. നിങ്ങൾക്ക് സ്വയം തിരഞ്ഞെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റാരോടെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പിനോടോ സഹായം അഭ്യർത്ഥിച്ച് അവർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ സ്പോൺസിയും സ്പോൺസറും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് ആണ് ഈ പറഞ്ഞത്. ഈ സ്പോൺസർ, ഇതില് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അവര് സ്പോൺസിയോട് ഞാൻ ഇവനെന്തോ ഒരു ത്യാഗം ചെയ്യുന്നു അല്ലെങ്കിൽ ദാനം ചെയ്യുന്നു എന്ന രീതിയിലല്ല ഇടപെടേണ്ടത്. ഒരു പുതുമക്കാരൻ വന്ന് ഞാൻ എൻ്റെ സമയവും ഇതും ഒക്കെ മെനക്കെടുത്തി അവന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, ഞാൻ എന്തോ ഒരു വലിയ സഹായം അവന് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവൻ കുടിച്ചു പോകും. അങ്ങനെ സ്വയം മഹത്വവൽക്കരിക്കേണ്ട, അല്ലെ മഹത്വവൽക്കരിച്ച് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു സ്പോൺസിക്ക് വേണ്ടി ചിലവാക്കുന്ന അയാളുടെ സമയവും അയാളുടെ ചിന്തകൾ എന്തോ ആവട്ടെ, അയാളുടെ സുബോധാവസ്ഥ ദൃഢപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് കൃത്യമായിട്ട് റിട്ടേൺസ് ഉള്ള പരിപാടിയാണ്. അയാളുടെ സുബോധാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ദൃഢമാക്കുന്നു. അയാള് പഠിച്ചതിനപ്പുറം ലേക്ക് ശരിക്കും പറഞ്ഞാല് കൂടുതൽ ആഴം ഇറങ്ങാൻ അയാളെ സഹായിക്കുന്നു. സ്പോൺസർക്ക് ഗുണമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്, എനിക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. തുടക്കകാലത്ത് ചില നവാഗതര് ഇങ്ങനെ കൂടെ നടക്കുന്ന നവാഗതരുടെ ചില ചോദ്യങ്ങൾക്ക് വേണ്ടി രാത്രി ഉത്തരം പറയാൻ വേണ്ടി രാത്രി ഇരുന്ന് ബുക്ക് വായിച്ചിട്ടുണ്ട്. അയാളോട് കള്ളം പറയാൻ പാടില്ല, ബ്ലഫ് ചെയ്യാൻ പാടില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് ഇതൊരു ജീവൻ മരണ പദ്ധതിയാണ്, ജീവന്റെയും മരണത്തിന്റെയും പദ്ധതിയാണ്. രണ്ടറ്റത്ത് 2 സാധനങ്ങളുണ്ട്. അപ്പൊ കൈ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പോണത് ഒരു മരണത്തിലേക്കായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അയാളോട് കള്ളം പറയാൻ പാടില്ല, അയാളെ കബളിപ്പിക്കാൻ പാടില്ല. അയാൾക്ക് സത്യസന്ധമായ വിവരം കൊടുക്കുക, കയ്യിൽ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക. എന്നതുകൊണ്ട് അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് അറിയില്ല, നാളെ രാവിലെ ഞാൻ പറഞ്ഞുതരാം
ഇല്ലെങ്കിൽ രാത്രി ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ബുക്ക് റെഫർ ചെയ്യുകയോ ഇല്ലെങ്കിൽ അത് അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുകയോ ചെയ്തിട്ട് കൃത്യമായ വിവരം കൊടുക്കാറുണ്ട്. എനിക്കിന്ന് ഓർമ്മയുണ്ട്, 12 മലയാളത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ മൊത്തം വായിച്ചിട്ടുണ്ട്. അത് വായിച്ചത് തന്നെ ഒരു പുതുമക്കാരൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബുക്ക് വായിച്ച് കൃത്യമായിട്ട് അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തപ്പം അയാൾ നന്നായോ ചീത്ത എന്നുള്ളതല്ല, ഞാൻ നന്നായി എന്നുള്ള സത്യമാണ്. ഞാൻ ആ ലിറ്ററേച്ചറിലേക്ക് ആഴ്ന്നിറങ്ങുകയും എനിക്കത് മനസ്സിലാവുകയും എന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ സഹായിക്കുകയൊക്കെ എന്നെയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്പോൺസിക്ക് കൊടുക്കുന്ന ഒരു സേവനം അല്ലെങ്കിൽ ഒരു ത്യാഗം ഒന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ബെനിഫിറ്റബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് സ്പോൺസർഷിപ്പിന്റെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും ഏറ്റെടുക്കാറില്ല. സ്പോൺസർഷിപ്പിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവര് കുറച്ച് കാര്യങ്ങളിൽ കൃത്യതയുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്. അയാളുടെ കുറച്ച് സമയം ആ സ്പോൺസിക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറുള്ള ആളായിരിക്കണം ആദ്യം. 24 മണിക്കൂർ സ്പോൺസിക്ക് വേണ്ടി ജീവിക്കാനൊന്നും നടക്കില്ല. പക്ഷെ കുറച്ച് സമയം അയാൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറുള്ള ആളായിരിക്കണം. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾക്ക് സംശയം വന്ന് ചോദിക്കുകയാണെങ്കിലും ഇനി ചോദിച്ചില്ലെങ്കിലും അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് തേടണം. ഇങ്ങനെ ഉള്ള ഞാനത് ധാരാളമായിട്ട് വിശദീകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അല്ലെങ്കിൽ യോഗ്യതകളൊക്കെ ഉള്ളൊരു ആളാണ് എപ്പോഴും സ്പോൺസർ ആയിരിക്കാൻ ഉചിതം. സ്പോൺസി ആയിരിക്കാൻ ആർക്കും കഴിയും. കടന്നു വന്ന നവാഗതർക്കെല്ലാം ഒരു സ്പോൺസർ ആവശ്യമുണ്ടെന്ന് തോന്നി അയാളന്ന് ആ നിമിഷം മുതൽ സ്പോൺസി ആവാനും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് ആൽക്കഹോളിക്സ് അനോണിമസില് എത്തി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് അയാൾക്ക് എല്ലാവരും പറയാറുണ്ട്, പടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രം മതി സ്പോൺസർ. അല്ല, ഒരിക്കലും അല്ല. തുടക്കം മുതൽ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വെറുതെ പറയണല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ലിറ്ററേച്ചറുകൾ അടിസ്ഥാനമാക്കി തന്നെ പറയുന്നത് തുടക്കം മുതൽ സ്പോൺസർ ആവശ്യം. നമ്മള് ആൽക്കഹോളിക്സ് അനോണിമസിൽ തന്നെ വലിയൊരു ചർച്ചാ വിഷയമായ ഒരു കാര്യമുണ്ട്. നമ്മൾ പടി കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മൾ പ്രിയാമ്പിൾ നമ്മളെ ആമുഖം കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഒരു പുതുമക്കാരനെ സ്വാഗതം ചെയ്യുന്നത്? ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാളെ സ്വാഗതം ചെയ്യുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു ചർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പടികൾ കൊണ്ടല്ല സ്വാഗതം ചെയ്യുന്നത്. പലപ്പോഴും ആമുഖത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ ആവശ്യം വരും. പക്ഷെ 2-3 പാരമ്പര്യങ്ങൾ കൊണ്ടാണ് സ്വാഗതം ചെയ്യുന്നത് തുടക്കക്കാരൻ. ശരിക്കും പറഞ്ഞാൽ 10-12ാമത്തെ പാരമ്പര്യമൊക്കെയാണ് എടുത്ത് ആദ്യം തന്നെ അവൻ ഉപയോഗിക്കുന്നത്. വന്നു കയറി നിങ്ങളിവിടെ എന്ത് പറഞ്ഞാലും നിങ്ങൾ വന്നു പോകണമെന്നും മറ്റൊരു മനുഷ്യൻ അറിയില്ല. ഇതിനുള്ളിൽ എല്ലാ സ്വകാര്യതകളും സൂക്ഷിക്കപ്പെടും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. അനോണിമിറ്റിയാണ് അവൻ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവൻ വന്നവിടെ ചോദിക്കും, ഒരു ബാഗും മറ്റൊക്കെ പോകുന്ന ആൾക്കാർ പൈസ ഇടണ്, മറ്റേ മൊത്തം കിറ്റി വരവ് എത്ര എന്നൊക്കെ അനൗൺസ് ചെയ്യണം. അവനാകെ ബന്ധപ്പെട്ടിട്ട് ചോദിക്കും, മാസാമാസം എത്ര തരേണ്ടി വരും? മാസവരിയോ ഫീസോ ഒന്നുമില്ല. മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് മെമ്പർഷിപ്പിനുള്ള ഏക യോഗ്യത എന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷനായി. ശരിക്കും പറഞ്ഞാൽ 1, 2, 3, 4 പാരമ്പര്യങ്ങളാണ് ആദ്യം തന്നെ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. പാരമ്പര്യങ്ങൾ കൊണ്ടാണ് അയാളെ സ്വാഗതം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതുകൊണ്ട് പടി പരിശീലിക്കാൻ മാത്രമാണ് ഒരു സ്പോൺസറെ തേടുന്നത് അല്ലെങ്കിൽ തേടേണ്ടതെന്ന് പറഞ്ഞാൽ അല്ല, പടിയും ഉൾപ്പെടെ. പടി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമാണ്, മോചനത്തിലേക്കുള്ള പ്രോഗ്രാമാണ്. അത് മാത്രം പോരല്ലോ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പോൺസർ എന്ന് എഴുതി തയ്യാറാക്കിയ ബോർഡൊന്നും വെക്കാത്ത അക്കാലത്ത് പഴമക്കാര് സ്പോൺസറെ പോലെ കരുതിയ പഴമക്കാരൊക്കെ പറഞ്ഞു തന്നത്, അവരാദ്യം പറഞ്ഞു 3-12 അല്ല 4-12 എന്നൊക്കെ പറഞ്ഞു തരാം. ഒരു 12 പടി, രണ്ടാമത്തെ 12 പാരമ്പര്യം, മൂന്നാമത്തെ 12 കൺസെപ്റ്റ്, നാലാമത്തെ 12 പ്രോമിസ്, ഇങ്ങനെ പറയും. ഒരു 12 പോരാന്ന് പറയും. ആൽക്കഹോളിക്സ് അനോണിമസിൽ എനിക്ക് സുരക്ഷിതവാനായിട്ട് അല്ലെങ്കിൽ സുരക്ഷയോടുകൂടി നിലനിൽക്കാൻ 12 പടികൾ ആവശ്യമാണ്. എന്നെ കൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കണമെങ്കിൽ 12 പാരമ്പര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടിയിരിക്കും. രണ്ടും വേണം.
ഞാനൊരു ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറുകയാണെങ്കിലോ ഈ കൂട്ടായ്മയിൽ, അറ്റ്ലീസ്റ്റ് അത് രണ്ട് മെമ്പർമാരോടാണെങ്കിൽ പോലും ആവുകയാണെങ്കിലോ അത് ബുദ്ധിമുട്ടല്ലേ? എന്റെ സുബോധത്തിന്റെ അളവ് അവിടെ പോവില്ലേ? അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാനിതിന്റെ പാരമ്പര്യങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതൊക്കെ ഗ്രൂപ്പിനും സേവനം ചെയ്യുന്ന കുറെ ആൾക്കാർക്കൊക്കെ ഉള്ളതാണ് എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അതല്ല, 12 പടി പ്രാക്ടീസ് ചെയ്യാവുന്ന സമയത്ത് നമ്മൾ സ്പോൺസർ അന്വേഷിക്കണം എന്നുള്ള ചിന്ത മാറ്റുക. തുടക്കം മുതൽ ഒരു സ്പോൺസറുടെ സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ വ്യക്തമായ ഒരു പാത കാണാൻ കഴിയും. പക്ഷെ ഇതൊന്നും അടിച്ചേൽപ്പിക്കണില്ല എന്നുള്ള, കുടിക്കാതിരിക്കണമെന്ന് പോലും പറയുന്നില്ലല്ലോ. അങ്ങനെ ആകേണ്ടിയിരിക്കുന്നു, ചെയ്യേണ്ടിയിരിക്കുന്നു എന്നൊക്കെയല്ലേ പറയും. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ ചെയ്താൽ അതൊരു ഗുണകരമായ കാര്യമാണ് എന്നുള്ള കാര്യം പറയാം. അല്ലെ, ചെയ്യണം എന്നുള്ളത് ഒരിക്കലും നിർബന്ധമായിട്ട് പറയണില്ലെങ്കിൽ പോലും അത് ചെയ്യേണ്ടിയിരിക്കുന്നതാണ്. ഞാനിത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഒഴിവാക്കി പോവാണ്. ഒരു പുതുമക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏതൊക്കെ തലത്തിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് അയാൾക്ക് സംശയം വരുന്നത്, ഏതൊക്കെ തലത്തിലാണ് അയാൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവാത്ത അവസ്ഥയുള്ളത്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അയാളെ സഹായിക്കാൻ തയ്യാറാകുന്ന ഒരു സ്പോൺസറെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോൺസിയുടെ ഏഴുള്ള ജീവിതം വളരെയധികം മുന്നോട്ട് പോകും. സൊബറൈറ്റിക്ക് നല്ല തെളിച്ചം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വന്നു കയറിയ ഉടനെ ശരിക്കും പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തി ഒരാൾ വന്നു, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ആശുപത്രി വഴിയാണ് വന്നല്ല, എന്നാ നിങ്ങൾ ആശുപത്രിയിൽ ഉടനെ പോകണം. ഇത്തരം കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സ്പോൺസർ നിർദ്ദേശിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അയാൾക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ പൊതുവെ ഒരു കാര്യത്തിൽ നിങ്ങൾ അതിനെ ആശുപത്രിയെ സമീപിക്കുന്നതാണ് നല്ലത് എന്ന് പറയാം. ഒരിക്കലും അയാൾക്ക് മറ്റ് കാര്യങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു മുറി വൈദ്യനെ പോലെ ഒരിക്കലും സ്പോൺസർ പെരുമാറാൻ പാടില്ല, അല്ലെങ്കിൽ സ്പോൺസി അയാളിൽ നിന്ന് അത് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളാരും ഡോക്ടർമാരോ ഇതിന്റെ വിദഗ്ധന്മാരോ ഒന്നുമല്ല. നമുക്ക് ആ കൂടെ ഉള്ളത് ഉള്ള എക്സ്പീരിയൻസ് മാത്രമാണ്. അതുപോലെ പങ്കുവെച്ച് കൊടുക്കാനും ഏത് സ്പോൺസർ ആണെങ്കിലും അയാൾക്ക് അത് മാത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങളില്ല. മറ്റു കാര്യങ്ങളൊക്കെ അയാളൊരു പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വേണമെങ്കിൽ പറയാം. എനിക്കിപ്പോ തലവേദന വന്ന ഒരു മാറണില്ല, ന്യൂറോളജിയാണ്, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ പോവാം. അയാൾ കാരനുമാണ്, ന്യൂറോളജിസ്റ്റുമാണ്, അതുകൊണ്ട് പോവാം. കാരണം എന്റെ വിഷയം ന്യൂറോളജിയാണ്, അയാൾ ചികിത്സിച്ച് അതിന്റെ മരുന്ന് തരും. അതേസമയം ന്യൂറോളജി ഒന്നുമില്ല, ഒരു പഴമക്കാരനായ കാരനാണ്, അയാൾ പറയാണ് കുറച്ച് ഇങ്ങനെ ചെയ്താൽ മാറും, അങ്ങനെ ചെയ്താൽ മാറും എന്ന് പറയുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അത് പറയാൻ പാടില്ല. സ്പോൺസർ ഒരിക്കലും അത് പറയാൻ പാടില്ല. ഇനി അബദ്ധത്തിൽ അങ്ങനെ പറയുന്ന സ്പോൺസർ ഉണ്ടെങ്കിൽ സ്പോൺസർ അത് സ്വീകരിക്കാനും പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മദ്യാസക്തിയുടെ പ്രശ്നങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നിന്ന് ലഭിച്ച ജീവിതാനുഭവം മാത്രമേ പകർന്നു കൊടുക്കാൻ ഉള്ളൂ എന്നത്. അടുത്തൊരു വിഷയം വരുന്നത് സ്പോൺസർ സ്പോൺസിയുടെ കുടുംബാംഗങ്ങളുമായി എത്രത്തോളം ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് പോകണം. ഇത് പലപ്പോഴും പല ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. 12-ാം പടി പ്രവർത്തനത്തില് മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിൽ ബിഗ് ബുക്കിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കഴിയുന്നതും അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കണം നല്ലത്. മദ്യാസക്തിയുടെ പ്രശ്നവും മദ്യാസക്തിന് മാത്രമായിട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അവരെ കുടുംബ പ്രശ്നങ്ങളിലോ മറ്റോ ഇടപെട്ട് കഴിഞ്ഞാൽ ഇയാൾ വഷളാവും എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. മാത്രമല്ല ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കേണ്ട ഘട്ടം വരികയും മദ്യാസക്തിനെ നഷ്ടപ്പെടുകയും ചെയ്തേക്കാം എന്നുള്ളതാണ്. അപ്പൊ കൃത്യമായിട്ടൊരു സ്പോൺസർ മദ്യാസക്തന്റെ കുടുംബവുമായി അമിതമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. പിന്നെ സുബോധത്തിന്റെ ആദ്യ നാളുകളിൽ കുറച്ച് സഹായവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറയാം. ആൽക്കഹോളിസം എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം, മദ്യാസക്തി എന്താണെന്ന് വിശദീകരിക്കാം, അയാൾക്ക് പിടിപെട്ട പ്രശ്നം എന്താണെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു സ്പോൺസർക്ക് കഴിയും. അല്ലാതെ അതിനപ്പുറത്തേക്ക് അവർക്കൊരു ജീവിത വീക്ഷണമോ അല്ലെങ്കിൽ അവരുടെ കുടുംബ വീക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പ്രാപ്തനായ ഒരു കൗൺസിലറെ പോലെ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളിനെ പോലെ ഒരിക്കലും ഒരു സ്പോൺസർ പെരുമാറരുതെന്ന് തന്നെയാണ്.
പെരുമാറേണ്ട ആവശ്യമില്ല എന്നാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ആദ്യ മനസ്സിലാക്കി കൊടുക്കലുകൾക്ക് ശേഷം ആൽക്കഹോളിസം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, ഇയാൾക്ക് പിടിപെട്ട ഇതാണ്, കുറച്ച് ക്ഷമാപൂർവ്വം അയാളോടൊന്ന് സഹകരിച്ച് നിന്നാൽ അയാൾ എയിലേക്ക് കയറി പൊയ്ക്കോളും, സുബോധവാനായി നിൽക്കും എന്നുള്ള ആദ്യ വിവരങ്ങൾക്ക് ശേഷം അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മീറ്റിംഗ് ആയിട്ടുള്ള അല്ലനോൺ മീറ്റിങ്ങുകളുടെ വിലാസമോ ഫോൺ നമ്പറോ നൽകുകയോ അല്ലനോൺ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുക്കുകയോ ആണ് വേണ്ടത്. അതുപോലെ അവരെ കുട്ടികളോ അല്ലെങ്കിൽ ടീനേജിലുള്ള മദ്യാസക്തിക്കാരുമായിട്ട് ബന്ധപ്പെട്ട ടീനേജിലുള്ള ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അല്ലറ്റീൻ കൂട്ടായ്മയുടെ നമ്പറും ഹെൽപ്പ് ലൈന് വെബ്സൈറ്റോ എന്ത് വേണോ കൊടുക്കാം. അവരതുമായിട്ട് ബന്ധപ്പെട്ടോളും. നമ്മളെ വിഷയമല്ല, നമുക്കത് തീർക്കാൻ കഴിയാത്ത വിഷയമാണ്. നമ്മൾ മദ്യാസക്തരാണ്, രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന മദ്യാസക്തരാണ്. നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുകയും തീർക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് മദ്യാസക്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നത്തിലായവരല്ല. അവർ നേരിട്ട് മദ്യം ഉപയോഗിച്ചിട്ടില്ല. മിക്കവാറും 90% ആൾക്കാരും നോൺ ആൽക്കഹോളിക് ആയിരിക്കും, ആൽക്കഹോളിക് അല്ല. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ വേറെയാണ്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന മേഖല വേറെയാണ്. അത് അവരുടേതായിട്ടുള്ള സമ പ്രശ്നങ്ങളുള്ള ആൾക്കാരുമായിട്ട് സഹകരിച്ച് അത് മാറ്റിക്കോളും. നമുക്ക് ആ പ്രശ്നമില്ല, നമുക്ക് നേരിട്ടുള്ള വേറെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പോൺസർ ഒരിക്കലും അത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അവർക്ക് കൃത്യമായി എവിടെയാണ് ബന്ധപ്പെടേണ്ടതെന്നുള്ള ആശയം കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെയുള്ളൊരു കാര്യം ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മദ്യാസക്തന് പുതുമക്കാരനും മറ്റുള്ളവരൊക്കെ വരുമ്പോൾ സ്പോൺസറോട് പൈസ ചോദിച്ചാൽ കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ആൽക്കഹോളിക്സ് അനോണിമസ് ഒന്നും കൊടുക്കാൻ പറയില്ല. എയുടെ പദ്ധതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിനുള്ള വിവരം കൊടുക്കുക എന്നുള്ളതാണ്. മറ്റെന്ത് ചെയ്താലും അത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. വ്യക്തിപരമായ തീരുമാനം എടുക്കാം. ഒന്നും പറയുന്നില്ല. ഒരു ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുകയോ, ജോലി ഇല്ലാതെ നിൽക്കുന്ന ഒരാളെ ഇയാൾക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുകയോ, അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന ഒരാളെ സഹായിക്കാനുള്ള കപ്പാസിറ്റിയിലാണ് ഇയാളെങ്കിൽ അയാൾക്കൊരു സഹായം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. ഒന്നും പറയുന്നില്ല. വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ല ചെയ്യണ്ട. ചെയ്യണമെന്ന് പറയുന്നില്ല, ചെയ്യണ്ടെന്നും പറയുന്നില്ല. അത് തികച്ചും വ്യക്തിപരമായ കാര്യം. ഇത്തരം ഒരു അവസ്ഥ വരുമ്പോൾ എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞത്, ഒരാൾക്ക് പൈസ കടം ചോദിച്ചാൽ കൊടുക്കരുത്. ഞാൻ പറഞ്ഞു അയാൾ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നെങ്കിലോ. അപ്പൊ സ്പോൺസർ പറഞ്ഞു, പൈസ കടം ചോദിച്ചാൽ കൊടുക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ എന്തെങ്കിലും കൊടുക്കാൻ നിന്റെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, അതിനെക്കുറിച്ച് മറക്കുക, കടമെന്ന് പറയരുത്. അയാൾക്ക് കൊടുത്തിട്ട് പറയുക, ഇത് കടമല്ല, ഇത് തരാണ്, ഇത് തിരിച്ചു തരരുത്, എനിക്ക് തരാം, എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത് എടുത്തോ, എനിക്ക് തിരിച്ചു തരരുത്, ഒരിക്കലും ഞാൻ തിരിച്ചു സ്വീകരിക്കില്ല, നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ? അയാൾ എന്നോട് പറഞ്ഞു, ഷാജി അന്ന് കോഴിക്കോട് 6-7 മീറ്റിംഗ് ഉണ്ട്, 6-7 മീറ്റിംഗിൽ നീ എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് ആ പുതുമക്കാരൻ പോയിട്ട് തിരിച്ച് നിനക്ക് തരാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ഒരു മീറ്റിങ്ങിനും വരില്ല. കാരണം എല്ലാ മീറ്റിങ്ങിലും നീ പങ്കെടുക്കുന്നുണ്ട്. നിന്നെ ഏത് മുഖത്തോടു കൂടി അയാൾ വന്ന് കയറും? പൈസ തരാൻ അയാളില്ല. അയാൾ മീറ്റിങ്ങിന് വരാതാവും. ആദ്യം അയാൾ മീറ്റിംഗ് കെട്ടി മീറ്റിങ്ങിന് വരാതാവും. മീറ്റിങ്ങിന് വരാതെ എന്താ സംഭവിക്കുന്നത്? അയാൾ പോയി കുടിച്ചു മരിക്കും. അപ്പൊ നീ കടമായിട്ട് കൊടുക്കുന്ന ആ പൈസയിൽ നിന്ന് അയാൾക്ക് കുടിച്ചു മരിക്കാനുള്ള ഒരു ടിക്കറ്റ് എടുത്ത് കൊടുക്കുകയാണ് എന്നാണ് എന്റെ സ്പോൺസർ പറഞ്ഞത്. അതുകൊണ്ട് ഒരിക്കലും തിരിച്ചു തരണം എന്നുള്ള രീതിയിലൊന്നും കൊടുക്കരുത്. അത് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ദാനമായി കൊടുക്കുക, തിരിച്ചു വേണ്ട എന്നുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സ്പോൺസിയുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥം പിടിക്കണമെന്നുള്ള. സ്പോൺസിക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതില് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ സ്പോൺസർ പോയിട്ട് ആ തർക്കങ്ങളിലും മറ്റു കാര്യങ്ങളിലും മധ്യസ്ഥനാവണോ എന്നുള്ള ചോദ്യം. മധ്യസ്ഥനാവേണ്ട കാര്യമില്ല. പക്ഷേ തൊഴിലുടമയോട് അയാൾ ഇപ്പം ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് വേണമെങ്കിൽ 2 വാക്ക് പറയാം. അയാൾ പഴയകാല ജീവിതമല്ല ജീവിക്കുന്നത്. അയാൾ മദ്യത്തിൽ നിന്ന് മാറി നിന്ന് പുതിയ ഒരു ജീവിത രീതി ജീവിക്കുകയാണ്. അയാൾ ഇപ്പൊ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിതം തുടങ്ങിയിരിക്കുന്നു. അയാൾ വളരെ നന്നായിട്ട് ഇനി വരും. അയാൾ കുടിക്കാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ അത് കുറവാണ് ഇതിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ. ഇതിലേക്കൊന്നും അയാൾ പോയിക്കൊണ്ടിരുന്ന അയാൾ രക്ഷപ്പെടും എന്ന്
തൊഴിലുടമയോട് മദ്യാസക്തിയും ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചും 2 വാക്ക് പറയാൻ ഉള്ള അവസരം സ്പോൺസർ ഉപയോഗിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും തൊഴിലുടമകൾ സന്തുഷ്ടവരായിരിക്കും ഇത് കേൾക്കുമ്പോൾ. കാരണം നല്ല പണിക്കാരായിരിക്കും. കള്ളു കുടിച്ചിട്ട് പണിയെടുക്കാതെ അയാൾക്കുള്ള ഉപദ്രവമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരായിരിക്കും. അവര് കുടിക്കാതെ വീണ്ടും ജോലിയിലേക്ക് വരുന്നു, പണിയെടുക്കുന്നു എന്നുള്ള കാര്യം തൊഴിലുടമയ്ക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ, ഒരു സങ്കടം ഉണ്ടാവില്ല. കുടി മാറിയില്ലേ, രക്ഷപ്പെട്ടു എന്ന് പറയും. അങ്ങനെ ജീവിതാനുഭവങ്ങൾ ഇഷ്ടംമാതിരിയുണ്ട് എനിക്ക്, പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ നല്ല നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ ഒരു പാംലെറ്റ് ഉണ്ട്, തൊഴിലുടമക്ക് കൊടുക്കണം നല്ലതാണ്. അത് ഈസ് ദെയർ ആൻ ആൽക്കഹോളിക് ഇൻ ദ വർക്ക് പ്ലേസ് എന്നും പറഞ്ഞൊരു പാംലെറ്റ് ഉണ്ട്. അപ്പൊ അത് തൊഴിലുടമകൾക്കുള്ളതാണ്. തൊഴിലാളികളായിട്ടുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ മദ്യാസക്തരാണെങ്കിൽ അവരെങ്ങനെ കൈകാര്യം അല്ലെങ്കിൽ അവരെങ്ങനെ പരിഗണിക്കാം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാൻ പ്രിന്റ് ചെയ്തിറക്കുന്ന ഒരു പാംലെറ്റ് ആണ്. ആ പാംലെറ്റ് ഒന്ന് ഏറെ സ്പോൺസർ ഇങ്ങനെ കടുകട്ടിയായിട്ടുള്ള കർശനക്കാരനായ പട്ടാളക്കാരനാവേണ്ടതുണ്ടോ? ചിലർ അങ്ങനെയൊക്കെ. ഞാൻ ആദ്യകാലത്ത് കേട്ടത് ഒരു സ്പോൺസിയെ ബാംഗ്ലൂരുള്ള ഒരു സ്പോൺസർ ഉണ്ട്. അയാളൊക്കെ ആയിട്ട് എന്താ ഫോണിലൊക്കെ ബന്ധപ്പെട്ട് ഇയാൾ ഇവിടുന്ന് വണ്ടിയൊക്കെ കയറി ആ സ്പോൺസറെ കാണാൻ പോയി. സ്പോൺസറെ കാണാൻ പോയപ്പോൾ സ്പോൺസർ കാർ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാനാണ് ആള്, സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളെ കാണാൻ വന്ന. ശരി, ഈ ഓസ് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, കാർ അങ്ങ് കഴുകിക്കോന്ന് പറഞ്ഞു. കാർ അങ്ങ് കഴുകിക്കോളെന്ന് പറഞ്ഞു. എന്താ കഴുകിക്കോ, കഴുകിയിട്ട് പോകാന്ന് പറഞ്ഞു. സ്പോൺസർഷിപ്പിന് വന്നതല്ലേ എന്ന്. മറ്റേതോ ഒരാൾ പറഞ്ഞാലും നിന്നെ വീട്ടിനകത്ത് കയറ്റാൻ കൊള്ളില്ല, നീ മുന്നിലെ ഷെഡിലിരുന്നോ എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഇതൊക്കെ നിറം പിടിപ്പിച്ചിട്ടുള്ള നടന്ന കാര്യങ്ങളാണെങ്കിലും കഥകളായിട്ട് നമുക്ക് ആസ്വദിക്കാമെങ്കിലും ഇതൊരു യഥാർത്ഥ സ്പോൺസർഷിപ്പിന്റെ രീതിയല്ല. സ്പോൺസിയെ കൊണ്ട് കാറ് കഴിക്കുക അല്ലെങ്കിൽ സ്പോൺസിയെ കൊണ്ട് കക്കൂസ് കഴിച്ചാലേ അയാൾക്ക് ഈഗോ പോവുകയുള്ളൂ, അയാളുടെ അഹങ്കാരം ശമിക്കുകയുള്ളൂ എന്നൊക്കെ ചിലര് പ്രാകൃതമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ പുലർത്തിയത് കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊന്നുമല്ല. അയാളുടെ ഈഗോ തകർക്കാൻ ഇയാൾ ആരാണ്? ആരുമല്ല. അയാളുടെ ഈഗോ തകർക്കേണ്ട അയാൾ തന്നെ. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് എയുടെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അയാളെ ഇങ്ങനെയുള്ള പരിശീലനങ്ങളിൽ ഏർപ്പെടുത്തുക എന്നുള്ളതല്ല. അപ്പം പല രീതിയിലുള്ള സ്പോൺസർഷിപ്പ് പിന്നെ പെരുമാറ്റങ്ങളുമുണ്ട്. അതിൽ പലതും അത്തരം പെരുമാറ്റങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം നവാഗതനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ള നിലപാടാണ് ചിലർക്ക്. പുതുമക്കാരനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട, അത് അങ്ങോട്ട് പാലിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നീ നിന്റെ പാട് നോക്കിപ്പോ, ഞാൻ നിന്നെ പിരിച്ചുവിട്ടിരിക്കും. മറ്റു ചിലർക്ക് എന്താണുള്ളത്? എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തായാലും കുടിക്കാൻ പോകണില്ല, സ്പോൺസർ അവൻ വേണമെങ്കിൽ നിന്നോട്ടെ, ഇല്ലെങ്കിൽ പോയി കുടിച്ചോട്ടെ എന്നുള്ള രീതി. രണ്ടും അപകടമാണ്. വളരെ അലസമായിട്ട് കെയർലെസ് ആയിട്ട് ഒരു പുതുമക്കാരനോട് സ്പോൺസർ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതും അപകടമാണ്. എന്നാല് നേരത്തെ പറഞ്ഞ പോലെ കർക്കശമായിട്ട് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്യിപ്പിക്കും എന്നുള്ള രീതിയിൽ പെരുമാറുന്നതും അപകടമാണ്. ഇത് രണ്ടിന്റെ ഇടയിലൊരു ഭാഷ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇത് രണ്ടിന്റെ ഇടയിലൊരു മനോഭാവം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആവശ്യമുള്ള സ്ഥലത്ത് അല്പം കർക്കശമാകുന്നതിന് ബുദ്ധിമുട്ടില്ല. ആവശ്യമുള്ള സ്ഥലത്ത് അല്പം അലസമായിട്ട് വിട്ടുകൊടുക്കേണ്ട സ്ഥലത്ത് വിട്ടുകൊടുക്കുകയും വേണം. ഇങ്ങനത്തെ ഒരു പദ്ധതിയിൽ കൂടെ മുമ്പോട്ട് പോയാൽ മാത്രമേ ഒരു സ്പോൺസർക്കും ഒരു സ്പോൺസിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഒരു കടുംപിടുത്തക്കാരനായിട്ടും കാര്യമില്ല, വല്ലാതെ ആരോ പറഞ്ഞതുപോലെ ഇങ്ങനെ അലസമായിട്ട് അയാളെ തുറന്നു വിട്ട് കൊടുത്തുകൊണ്ട് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും തെറ്റ് തന്നെയാണ് എന്നുള്ളത്. പിന്നെ ഒരു സ്പോൺസർ ഒരു നവാഗതന് അമിതമായിട്ട് എന്തെങ്കിലും സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യം എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അതായത് അമിത ശ്രദ്ധ സ്പോൺസിക്ക് കൊടുത്ത് അയാളെ വീർപ്പ് മുട്ടിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അമിത ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള ശ്രദ്ധ കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങൾ അയാൾ ചോദിക്കുമ്പോഴും മറ്റു പറയുമ്പോഴും ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അമിതമായിട്ട് അയാളെ ശ്രദ്ധിക്കുകയും അയാളെ പിന്നാലെ നടക്കുകയും ചെയ്യേണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഒക്കത്തിനും ഒരു അളവുണ്ട് എന്നുള്ള കാര്യമാണ്. അളവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തേണ്ടി വന്നത്. നമ്മൾ അമിതമായി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചില സ്പോൺസർമാർ സ്പോൺസറെ കിട്ടുകയാണെങ്കിൽ രാത്രി ഒരു 3 മണിക്കൂർ അടിക്കും ഫോണിൽ കൂടെ.
എന്നിട്ട് രാവിലെ അയാൾ സ്പോൺസറെ ഫോൺ കൊണ്ടായിരിക്കും എണീക്കണത് 3:30, 4, 5 മണിക്ക്. കാരണം സ്പോൺസർ രാവിലെ 3 മണിക്ക് എണീക്കും, ഉറക്കില്ല. എന്നിട്ട് മറ്റവനെ വിളിക്കും. 4 മണിക്ക് വിളിച്ചിട്ട് കൊടുക്കും ഒരു 2 മണിക്കൂർ. എന്നിട്ട് പറയും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിച്ചോളാൻ പറയും. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അമിതമായി ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠ, അമിതമായിട്ടുള്ള ആവേശമൊക്കെ നടത്തി ശരിക്കും പറഞ്ഞാൽ സ്പോൺസിയെ വീർപ്പ് മുട്ടിക്കുക അല്ലെങ്കിൽ ശ്വാസം വിടാതാക്കുന്ന പരിപാടി നല്ലതല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്പോൺസിയെ നശിപ്പിക്കുന്നതിന് തുല്യം എന്ന് പറയാനുള്ള കാര്യം അമിതമായ ആശ്രയത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആ പരിപാടി കൊണ്ടുണ്ടാവുക. ഇങ്ങനെ കാണിക്കുന്ന സ്പോൺസർമാർക്ക് ഒരു സ്പോൺസിയെ കിട്ടിക്കഴിഞ്ഞാൽ സ്പോൺസി നേരത്തെ അമിത ആശ്രയത്വ സ്വഭാവമുള്ള ആളാ. അയാള് 3/4 അല്ല മുഴുവനായും സ്പോൺസറെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് മാറും. അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനെ അല്ല ആശ്രയിക്കുക, സ്പോൺസറെ ആശ്രയിക്കും. എന്ത് കാര്യത്തിനും സ്പോൺസർ പറയണം അല്ലെങ്കിൽ സ്പോൺസർ തീരുമാനമെടുക്കണം എന്നുള്ള അവസ്ഥയിലാവും. സ്പോൺസർ പറഞ്ഞു കൊടുക്കുന്ന പ്രോഗ്രാം അനുസരിച്ച് ജീവിച്ച് സ്വന്തം കാലിൽ നിൽക്കുകയും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുകയും സ്വന്തം വ്യക്തിത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്ന മോചനത്തിന്റെ പ്രക്രിയയിൽ നിന്ന് അയാൾ മാറിപ്പോകും. അയാൾ ആശ്രയത്വ സ്വഭാവമുള്ളവനായിട്ട് വർഷങ്ങളോളം ഉണ്ടാവും. അയാൾക്ക് ഈ സ്പോൺസറെ വിട്ടിട്ടൊരു ജീവിതം ഉണ്ടാവില്ല എന്നുള്ളത്. സത്യത്തില് മറ്റ് ഒരു വശം ഇതാണെങ്കിൽ മറ്റൊരു വശം നവാഗതന് ഇങ്ങനെ അമിത സംരക്ഷണം കൊടുത്ത് ശ്വാസം മുട്ടിക്കണോണ്ട് അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്പോൺസറെ ഇട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെ കളയും. ഇയാളെ കൊണ്ട് ഇടങ്ങാറായല്ലോ എന്ന് പറഞ്ഞ് ഇയാളെ കളയും. ഇയാളെ കളയുന്ന കൂട്ടത്തിൽ ഇനി ഇയാളെ കളഞ്ഞിട്ട് ഇതിൽ നിന്നാൽ എങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഉള്ള ടെൻഷൻ അടിച്ചിട്ട് അയാൾ എയിലേക്ക് വരാതാവും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിലും നഷ്ടം ഉണ്ടാവും. അമിതാശ്രയത്വ സ്വഭാവം വളർത്തി പുതുമക്കാരനെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒന്നിലേക്ക് എത്താം. പുതുമക്കാരൻ സ്പോൺസറെയും എയെയും കളഞ്ഞുകൊണ്ട് അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്കും എത്താം എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്ന ഈ 2 കാര്യങ്ങൾക്കും ഇടയിൽ നിന്ന് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ അമിത ആശ്രയത്വ സ്വഭാവം സ്പോൺസറോട് വരുത്താതിരിക്കാൻ സ്പോൺസർ ശ്രദ്ധിക്കുക. അയാൾക്ക് ആശ്രയത്വ സ്വഭാവം ഉണ്ടെങ്കിൽ അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാമിനോട് ആയിക്കോട്ടെ, അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാം. ഞാൻ എന്തായാലും 1 മണിക്കൂർ ഏകദേശം ആയി വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ പറയാനൊന്നും കഴിഞ്ഞാൽ തികയില്ല. എങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇതിനോടൊപ്പം. എയുടെ ആത്മീയ തത്വത്തോട് വിമുഖത കാണിക്കുന്ന നവാഗതരുണ്ടെങ്കിൽ അവരോട് സ്പോൺസർ എന്ത് ചെയ്യണം എന്നുള്ള. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയ തത്വങ്ങളോട് ചിലപ്പോൾ തുടക്കത്തിൽ ഒരു നവാഗത വിമുഖത കാണിക്കുകയാണെങ്കിൽ അയാളിലൊന്നും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് ആത്മീയ തത്വങ്ങളല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. അയാൾക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓൺ ഡേ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. മതവും ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് സ്പോൺസർഷിപ്പിൽ ഉള്ള ഒരു സ്പോൺസർക്ക് പറഞ്ഞു കൊടുക്കാനാവണം. രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്, അപകടം ചെയ്യും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പിരിച്വാലിറ്റി എന്താണ്, മതം എന്താണ്, ദൈവികത എന്താണ്, ആത്മീയത എന്താണെന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്പോൺസർ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാള് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു സ്പോൺസിക്ക് തെറ്റായ ധാരണ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആത്മീയ ഭാഗത്തോട് വിമുഖത കാണിക്കുന്ന ആളാണെങ്കിൽ പോലും അയാൾ ഒരു പക്ഷേ ഇതിനോട് യോജിച്ച് നിന്ന് മുന്നോട്ട് പോവുകയും കുറെ കഴിയുമ്പോൾ അയാൾക്ക് സ്വയം മനസ്സിലാക്കി പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. ആൽക്കഹോളിക്സ് അനോണിമസ് ഉദ്ദേശിക്കുന്ന സ്പിരിച്വാലിറ്റി എന്താണ് എന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ അയാൾ അതീവ തീവ്രതയോടുകൂടി അതിനോട് യോജിക്കുകയും അതിൽ മുന്നോട്ട് പോകുന്നതൊക്കെ അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ അയാൾ അതിന് വിമുഖനായതുകൊണ്ട് അയാളെ അടിച്ചു പഠിപ്പിക്കുക അല്ലെങ്കിൽ അയാളെ പഠിപ്പിച്ച് കടന്നു, ഇതില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാണ്, ഇതുണ്ടായേ തീരുള്ളൂ എന്നുള്ള രീതിയിലുള്ള അടിച്ചേൽപ്പിക്കലുകൾ വേണ്ട എന്നുള്ളത് തന്നെയാണ്. അത് ഗുണത്തെക്കാളും ദോഷം ചെയ്യും എന്നുള്ളതാണ്. ഞാനിപ്പോ കുറെ ഭാഗങ്ങളൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്പോൺസർഷിപ്പിന്റെ ബേസ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഇനി കുറേയധികം സമയം സംസാരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കാനുള്ള ഒതുക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സർവീസ് സ്പോൺസർമാരുടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞു. സേവന വ്യവസ്ഥിതികളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഏർപ്പെടണമെന്ന് തന്നെയാണ്, ഏർപ്പെടുന്ന അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തലങ്ങളിൽ അനുഭവ സമ്പത്തുള്ള, അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള അംഗങ്ങളെ സ്പോൺസർ ആക്കുന്നതാണ് ഏറ്റവും ഉത്തമം.
അതായത് റിക്കവറി മാത്രം, മോചനത്തിന്റെ മാത്രം സ്പോൺസർഷിപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന AA അംഗങ്ങൾക്ക് സേവന തലത്തിലുള്ള അനുഭവ പരിചയമോ അല്ലെങ്കിൽ അറിവോ ഇല്ലെങ്കിൽ അയാളെ തീർച്ചയായിട്ടും മറ്റൊരു സർവീസ് സ്പോൺസറെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുകയോ ശുപാർശ ചെയ്യുകയോ അല്ലെങ്കിൽ അയാൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ അതും ഞാൻ നോക്കി പറഞ്ഞുതരാം എന്നുള്ള അർത്ഥത്തിൽ അയാളെ കെട്ടിയിടാൻ യാതൊരു വിധത്തിലും പാടില്ല. എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതൊന്ന് ചുരുക്കാം. സ്പോൺസർ ആയാലും സ്പോൺസി ആയാലും, സ്പോൺസി അല്ല ശരിക്കും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അംഗങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിലൂടെ അല്ല അയാൾ സുബോധവാനാകുന്നത്. അയാൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തത്വങ്ങൾ പാലിക്കപ്പെടുന്നതിലൂടെയാണ് സുബോധവാനാകുന്നത്. ഞാനത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തൽക്കാലം നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു ഉപകരണം മാത്രമാണ്. എനിക്കൊരു മനുഷ്യനെ സുബോധത്തിൽ എത്തിക്കാനോ അല്ലെങ്കിൽ സുബോധത്തിൽ നിലനിർത്താനോ അല്ലെങ്കിൽ അയാളുടെ സുബോധത്തിന് എന്തെങ്കിലും തകരാറ് വരുത്താനോ ഒന്നും കഴിയില്ല. ഞാൻ എൻ്റെ സുബോധാവസ്ഥയ്ക്ക് തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നിലനിർത്താൻ വേണ്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വയം. അപ്പൊ അതുകൊണ്ട് എനിക്ക് മറ്റൊരാൾക്ക് ഏക്കുള്ളിൽ നിന്ന് എനിക്ക് ലഭിച്ച അറിവുകളും അനുഭവങ്ങളും പകർന്നു കൊടുക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാനിത് പറയാൻ കാര്യം, സ്പോൺസർഷിപ്പിൽ നിന്ന് സ്പോൺസറെ വിട്ടുമാറുന്ന സ്പോൺസികളെയൊക്കെ ചൂണ്ടി ചില സ്പോൺസർമാരൊക്കെ നാട്ടിൽ ആക്രോശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ അവൻ താഴ്ക്കും. 5 ദിവസം ഏറിയ അവൻ കൂടിച്ചിട്ട് ഇവിടെ ഭ്രാന്തന്മാരെ പോലെയാണ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കാണും എന്നൊക്കെ വെല്ലുവിളിക്കാറുണ്ട്. അയാള് ഈ സ്പോൺസറെ ഉപേക്ഷിച്ച് വേറൊരാളുടെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ ഈ സ്പോൺസറെ കൂടെ നിന്ന് അയാൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അയാൾ മാറി സഞ്ചരിക്കുകയോ ചെയ്യുന്ന റിസെന്റ്മെന്റിൽ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇത്തരം സ്പോൺസർമാർ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവര് വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ അവര് കാരണമാണ് മറ്റേയാള് സുബോധവാനായി നിൽക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും അല്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു അംഗത്തിനും മറ്റൊരു അംഗത്തിനും സുബോധാവസ്ഥയിൽ നിലനിർത്താൻ കഴിയില്ല. എന്നാൽ സുബോധാവസ്ഥയിൽ നിലനിൽക്കാനുള്ള വഴിയോ ആ രീതിയോ ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണ് പറയുന്നത് അത് പകർന്നു കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ സാധിക്കും എന്നുള്ളതാണ്. ധാരാളം ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ട്, എങ്കിലും സമയം കുറവായതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിലോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിവിനനുസരിച്ച് അറിവിനനുസരിച്ച് മറുപടി നൽകാം. ഓക്കെ, താങ്ക് യു.